Hello everyone, today let's start new topic fibers used in sutures and surgical dressings. Today's class we will discuss the pharmacognostical profile for absorbent cotton. Before going into discussion, we shall define fibers. Fibers are elongated thick walled cells with pointed ends, and cell wall consists of cellulose and may or may not contain lignin. And the plant fibers are valuable ingredients in preparation of surgical dressings and sutures. And these dressings are frequently used in the first aid to promote the healing and stop further tissue damage due to infection and mechanical hazard. And the quality of the surgical dressings depends upon the type of fiber used to prepare the dressing. So we shall classify the types of fibers. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? സാധാരണ നമ്മൾ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാലൊക്കെ ആദ്യം എന്താ ചെയ്യുക? ഒരു കോട്ടൺ വെക്കൂ അല്ലേ? സോ കോട്ടൺ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫൈബർ. അതേപോലെ സ്യൂച്ചേഴ്സ്, മുറിവ് നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സ്യൂച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും പലതരത്തിലുള്ള ഫൈബേഴ്സ്, പ്ലാന്റ് ഫൈബേഴ്സ് ഉണ്ട്, അങ്ങനെ സിന്തറ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സർജിക്കൽ ഡ്രസ്സിങ്സും സ്യൂച്ചേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്റ്റെറൈലായിട്ട് നമ്മൾ, അതായത് ആൻ ഐഡിയൽ വൂണ്ട് ഡ്രസ്സിങ് ഈസ് ടു ബി സ്റ്റെറൈൽ, ബ്രീത്തബിൾ ആൻഡ് കണ്ടക്റ്റീവ് ഫോർ എ മോയിസ്റ്റ് ഹീലിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫൈബേഴ്സാണ്. സോ ലെറ്റ്സ് ക്ലാസിഫൈ ദ ഫൈബേഴ്സ്. ഫസ്റ്റ് വൺ, plant fibers. Plant fibers, the example, fibers include the epidermal trichomes of many plants. Some of the examples are cotton, jute, flax, banana and hemp. And animal fibers examples are silk, wool. Mineral fibers examples are glass, asbestos. And artificial fibers, then regenerated from carbohydrates. Examples are viscous rayon, alginate yarn, acetate rayon and regenerated cellulose. And the fibers are regenerated from proteins. Examples are eridil from groundnut, fibrolin from milk casein. And synthetic fibers, examples are nylon, terylene and orlon. Let's start the profile for absorbent cotton. Synonym: absorbent wool, absorbent cotton, purified cotton, surgical cotton. Biological source: it consists of the epidermal trichomes of the seeds of cultivated species of Gossypium herbaceum, Gossypium hirsutum, Gossypium barbadense and belongs to the family Malvaceae. മാൽവേസി നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു ഫാമിലിയാണ്. ലേഡീസ് മിങ്കർ അഥവാ ഒക്ര അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക, അതിൻ്റെ അതേ ഫാമിലിയാണ്. അതുപോലെ സീത സ്പീഷീസ്, കുറുന്തോട്ടി പലതരത്തിലുള്ളതുണ്ട്. സീത കോഡിഫോളിയ, റോംബിഫോളിയ എന്നൊക്കെ പറയും. അതും ഈ ഒരു മാൽവേസിയ ഫാമിലിയിൽ പെടുന്നതാണ്. ആൻഡ് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം കോട്ടൺ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈബർ ആൻഡ് ക്യാഷ് ക്രോപ്പാണ്. ആൻഡ് ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ അവർ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ എക്കോണമി. എസ്പെഷ്യലി നോർത്തേൺ സ്റ്റേറ്റ്സൊക്കെയാണ് കൂടുതലും കോട്ടൻ്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നോർത്തേൺ സ്റ്റേറ്റ്സിൽ വരുന്നത് ഒന്ന് ഹരിയാന, രാജസ്ഥാൻ, അതുപോലെ പഞ്ചാബ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. സൗത്ത് സോണിലും ഉണ്ട്. ഇതേപോലെ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക ഇവിടങ്ങളിലൊക്കെ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന്. നെക്സ്റ്റ് ടു ദാറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് അതർ കൺട്രീസ് ഇൻക്ലൂഡ് ഈജിപ്റ്റ്, അതുപോലെ സം പാർട്സ് ഓഫ് ആഫ്രിക്ക. ഓക്കെ, ഇതൊരു ഖാരിഫ് ക്രോപ്പായിട്ടാണ് ഇന്ത്യയിൽ, അതായത് നമ്മൾ കേരളത്തിൽ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന പോലെ ഒരു മൺസൂൺ ക്രോപ്പായിട്ടാണ് അവിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നത്. 7-8 മാസം എടുക്കും ഇതിൻ്റെ വിളവെടുപ്പിനും ഒക്കെ ആയിട്ട്. അവരുടെ ഒരു മുഖ്യ വിള തന്നെയാണ് ഈ ഒരു അബ്സോർബൻറ്റ് കോട്ടൺ. എന്നിരുന്നാലും ഈ നിങ്ങൾ ഒരുപക്ഷെ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഈ പരുത്തി കർഷകരൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ആ രീതിയിലുള്ള അങ്ങനത്തെ ചില കാര്യങ്ങളും അതിൻ്റെ മറുവശം കൂടിയുണ്ട് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിപ്പറേഷൻ ഓഫ് അബ്സോർബൻറ്റ് കോട്ടൺ. അപ്പോൾ ഈ ഒരു പരുത്തി ചെടിയിൽ നിന്ന് എങ്ങനെയാണ് അബ്സോർബൻറ്റ് കോട്ടൺ, നമ്മൾ വൂണ്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അബ്സോർബൻറ്റ് കോട്ടൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ ഷ്രബ് അല്ലെങ്കിൽ ഒരു സ്മോൾ ട്രീ ആണ്. ആൻഡ് വിച്ച് ആഫ്റ്റർ ഫ്ലവറിങ് ബെയർസ് ഫ്രൂട്ട്സ്. And these fruits are known as
ക്യാപ്സ്യൂൾ. അപ്പോൾ കോട്ടൻ്റെ ഫ്ലവർ കണ്ടോ, ആ ഒരു യെല്ലോ കളറിൽ കാണുന്നത് അത് ഞാൻ പറഞ്ഞ ഒക്ര അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെയൊക്കെ പൂ പോലെയുണ്ട് അല്ലേ. ആൻഡ് അത് ഈ ഒരു ഫ്ലവർ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്യാപ്സ്യൂൾസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ടിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ 3 to 5 സെൽഡ്. ഈച്ച് ക്യാപ്സ്യൂൾ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ്സ്. ഓരോ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലും ഒരുപാട് ഇങ്ങനെയുള്ള സീഡ്സ് ഉണ്ട്. ആൻഡ് ഈ സീഡിന് ചുറ്റുമാണ് ഇതിൻ്റെ ഹെയർസ് ഉള്ളത്. ഹെയർസിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുന്നത്. ദ സീഡ്സ് ആർ കവേർഡ് വിത്ത് ഹെയർസ് ആൻഡ് ദേ ആർ നോൺ ആസ് ദ ബോൾസ്. അതിനെയാണ് കോട്ടൺ ബോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൊട്ടാണിക്കലി അപ്പോൾ ഈ കോട്ടൺ ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രൈക്കോം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹെയർ ആണ് എന്ന് പറയും. സോ ഇറ്റ്സ് എ shrub. Cotton plant എന്ന് പറയുന്നത് it is a shrub അല്ലെങ്കിൽ it is a small tree which after flowering bears fruits, and the fruits are known as capsules. The capsules are 3 to 5 celled. Each capsule contain numerous seeds. The seeds are covered with hairs. These hairs are known as trichomes and they are also known as balls. Okay. The balls are collected, dried and taken to ginning press and separate the trichomes from the seeds. അപ്പോൾ trichomes ആണ് ഈ ഒരു ഫൈബർ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കളക്റ്റഡ്. ആ ഈ ഒരു ബോൾസ് നമ്മൾ കളക്ട് ചെയ്ത ശേഷം ഡ്രൈ ചെയ്ത് അത് ഗിന്നിങ് പ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നു. ട്രഡീഷണലി ആണെങ്കിൽ മാനുവലി നമ്മളത് സെപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നൗഡേയ്സ് ആണെങ്കിൽ അതിന് മെഷീനറീസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. വേരിയസ് ഡിവൈസസ് ആർ യൂസ് ടു സെപ്പറേറ്റ് ദ ഹെയർസ്. ദ ഹെയർസ് വിത്ത് ഷോർട്ട് ലെങ്ത് ആർ നോൺ ആസ് ദ ലിൻറ്റേഴ്സ് ആൻഡ് യൂസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അബ്സോർബൻ കോട്ടൺ. അപ്പോൾ ചെറിയ, അതായത് കുറച്ച് നീളം കുറഞ്ഞ ഫൈബേഴ്സാണ് നമ്മൾ അബ്സോർബൻ കോട്ടണിന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലോങ് ഫൈബേഴ്സ് ദേ ആർ യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലോത്ത്. അതാണ് തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലോങ് ഫൈബേഴ്സ് ആർ യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോത്ത് while the short fibers are used for the manufacturing of absorbent cotton. And the process of separation of fibers are called as combing. ഇനി ബാക്കിയുള്ള സീഡ് എന്ത് ചെയ്യും? അപ്പോൾ സീഡിൻ്റെ ചുറ്റുമുള്ള ട്രൈക്കോംസ് ആണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ദ സീഡ്സ് റിമെയിൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഹെയർ ഈസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കോട്ടൺ സീഡ് ഓയിൽ. ഇതൊരു എഡിബിൾ ഓയിലാണ്, കോട്ടൺ സീഡ് ഓയിൽ എന്നുള്ളത്. അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ അവിടങ്ങളിലൊക്കെ സാധാരണ കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോട്ടൺ സീഡ് ഓയിൽ. ആൻഡ് ദ ഓയിൽ കേക്ക് ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഫീഡ്. നമ്മുടെ നാട്ടിലും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടിയ ശേഷം അതിൻ്റെ ആ ഒരു കൊപ്ര അല്ലെങ്കിൽ ആ ഒരു പിണ്ണാക്ക് നമ്മളെന്താ ചെയ്യുന്നത്? കന്നുകാലികൾക്കൊക്കെയുള്ള തീറ്റയായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെയാണ് അവിടെയും. അതൊരു ഡൊമസ്റ്റിക് ആനിമൽ ഫീഡാണ് ഈ ഒരു കോട്ടൺ സീഡ് ഓയിലിൻ്റെ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും വേസ്റ്റായിട്ട് കളയുന്നില്ല. കോട്ടൻ്റെ ഷോർട്ട് ഫൈബർ ആണെങ്കിൽ ഇറ്റ്സ് യൂസ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് അബ്സോർബൻ കോട്ടൺ ആൻഡ് ലോങ് ഫൈബർ ആണെങ്കിൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോത്ത്. ഓക്കെ. Cotton is a raw material for the preparation of absorbent cotton. Since absorbent cotton is a medicinal product, the required performance properties are defined by pharmacopoeia. The raw cotton obtained in this way is full of impurities like wax, fat, coloring matter and vegetable debris. So, the cotton has to be subjected to scoring and bleaching process for making it absorbent, because we have to remove the naturally present impurities in cotton, so that it is taken into machine known as cotton opener. അതായത് നമ്മളൊരു റോ കോട്ടൺ എന്ന് പറയുന്നതാണ് അബ്സോർബൻ കോട്ടണിൻ്റെ ഒരു ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഈ അബ്സോർബിൾ ക്യാരക്ടർ പോലെ അങ്ങനെ വരുത്തണമെങ്കിൽ ഫാർമക്കോപ്പി ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ വി നീഡ് ടു മേക്ക് ഇറ്റ് അബ്സോർബിൾ സോ ദാറ്റ് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നാച്ചുറലി ഉള്ള ഇമ്പ്യൂരിറ്റീസ്, കളറിങ് മാറ്ററൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രോസസ്സ് 2 സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്, സ്കോറിംഗ് ആൻഡ് ബ്ലീച്ചിങ് പ്രോസസ്സ്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്കോറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. Here, the cotton is treated with a dilute soda solution or soda ash solution under the pressure for about 10 to 15 hours. The impurities are removed by this treatment. Then it is washed with water and dried. ഇതിനെയാണ് നമ്മൾ സ്കോറിംഗ് എന്ന് പറയുന്നത്. The scoring process is followed by bleaching process. Here, alkaline hydrogen peroxide based bleaching process
for the removal of the residual coloring matter present in the fiber. സോഡിയം ഹൈപ്പോക്ലോറൈറ്റും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും ബ്ലീച്ചിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നാച്ചുറലി ഉള്ള ഈ ഒരു റെസിഡ്യുവൽ കളറിംഗ് മാറ്റർ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then it is rolled into sheets and finally packed in wrappers and sterilized by means of gamma radiation. അപ്പോൾ അങ്ങനെയാണ് അബ്സോർബൻ കോട്ടൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് റോ കോട്ടനെ നമുക്ക് ഈ അബ്സോർബൻ കോട്ടൺ എന്ന രീതിയിൽ മാറ്റിയെടുക്കണമെങ്കിലുള്ള അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ഓക്കെ, അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കോറിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഈ രണ്ട് പ്രോസസ്സ് വഴിയാണ് അതിനെ നമ്മൾ പല സ്റ്റെപ്പുകളായിട്ടാണ് അത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി സ്റ്റെറിലൈസ് ബൈ മീൻസ് ഓഫ് ഗാമ റേഡിയേഷൻ. Description: white color, odorless, tasteless, and these are fine filaments like that of hair, which are soft and unicellular. Size 2.2 to 4.6 cm in length and 20 to 35 micron in diameter. Chemical constituents: raw cotton contain 90% cellulose and 7 to 8% moisture and wax, fat, and 0.5% oil content and 0.5% cell content. And പ്യൂരിഫൈഡ് കോട്ടൺ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അതിൽ ഓൾറെഡി സെൽ ഡെബ്രിസും ബാക്കിയുള്ള കളറിംഗ് മാറ്റേഴ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ സ്റ്റേജസ് പറഞ്ഞു, സ്കോറിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ പ്യൂരിഫൈഡ് കോട്ടൺ ഹാസ് ഓൾമോസ്റ്റ് സെല്ലുലോസ്, അതായത് ഈ ഒരു സെല്ലുലോസും 6 to 7% മോയ്സ്ചർ, ഇത് രണ്ടുമാണ് അതിലെ കോൺസ്റ്റൻസ് ഉണ്ടാവുക. ഓക്കെ, കെമിക്കൽ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഫസ്റ്റ് വൺ with a coaxum reagent. Coaxum reagent is also known as ammoniacal copper oxide. ഇത് റോ കോട്ടണും അബ്സോർബൻ കോട്ടണും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. കാണുന്ന ഇമേജിലേക്ക് ഒന്ന് നോക്കുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോർമൽ കോട്ടൺ ഫൈബർ. സെക്കൻഡ് വൺ റോ കോട്ടൻ്റെയാണ്. മൂന്നാമത്തത് അബ്സോർബൻ കോട്ടൺ. അപ്പോൾ ഈ റോ കോട്ടണും അബ്സോർബൻ കോട്ടണും ക്വാക്സം റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് ഇമേജിലേക്ക് നോക്കുക, അതാണ് റോ കോട്ടൺ. സോ റോ കോട്ടൺ വൈൽ ട്രീറ്റിംഗ് വിത്ത് അമോണിയാക്കൽ കോപ്പർ ഓക്സൈഡ്, ദാറ്റ് മീൻസ് ക്വാക്സം റിയേജൻറ്റ്, ഇറ്റ് ഡിസോൾവ്സ് വിത്ത് ബലൂണിങ്, ഒരു ബലൂൺ ഫോർമേഷൻ പോലെ അതിലുണ്ടാവും, ലീവിങ് എ ഫ്യൂ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ക്യൂട്ടിക്കിൾ. ഇനി അബ്സോർബൻ കോട്ടൺ ആണെങ്കിലോ ഇറ്റ് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി വിത്ത് യൂണിഫോം സ്വെല്ലിംഗ്. ഇമേജ് 3 നോക്കുക, അതായത് യൂണിഫോം സ്വെല്ലിംഗ് ആണ് അതിനുണ്ടാവുക. അപ്പോൾ റോ കോട്ടൺ ആണെങ്കിൽ വിത്ത് ക്വാക്സം റിയേജൻ എന്താണ് സംഭവിക്കുക? ബലൂണിങ്, അതായത് ഇറ്റ് കോട്ടൺ ഡിസോൾവ്സ് വിത്ത് ബലൂണിങ്, വൈൽ അബ്സോർബൻ കോട്ടൺ ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി വിത്ത് യൂണിഫോം സ്വെല്ലിംഗ്. Okay, so its distinction from acetate rayon, jute, wool and nylon. അപ്പോൾ കോട്ടൻ്റെ ഒരു കെമിക്കൽ ടെസ്റ്റാണ്. കോട്ടൻ്റെ തന്നെ റോ കോട്ടണും അബ്സോർബൻ കോട്ടണും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ്. ആൻഡ് സെക്കൻഡ് വൺ, ദ ഡ്രൈഡ് കോട്ടൺ ഈസ് മോയ്സ്ചേർഡ് വിത്ത് N/50 iodine and 80% weight by volume sulfuric acid. Blue color is produced. Distinction from acetate rayon, alginate yarn, jute, hemp, wool, silk and nylon. Few more tests. With the cold 80% sulfuric acid, cotton dissolves. Distinction from oxidized cellulose, jute, hemp and wool. Another test, in cold 60% sulfuric acid, cotton is insoluble. Distinction from cellulose, wadding and rayons. അതായത് കോട്ടൺ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജിൽ, ഇപ്പോൾ 80%-ലാണെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുന്നു, അതേസമയം 60%-ലാണെങ്കിൽ ഇൻസോലുബിൾ ആണ്. ദെൻ അനദർ ടെസ്റ്റ്, ഇൻ വാം, അതായത് 40% ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇറ്റ് ഈസ് ഇൻസോലുബിൾ. ഡിസ്റ്റിങ്ഷൻ ഫ്രം അസിറ്റേറ്റ് റയോൺ and from silk and nylon, and it is insoluble in 5% potassium hydroxide solution. Distinction from oxidized cellulose, wool and silk. ഇനി യൂസസിലേക്ക് വരാം. കോട്ടൺ ഈസ് യൂസ്ഡ് as a filtering medium and used in surgical dressings. Absorbent cotton absorb blood, pus, mucus and prevents infections in wounds. നമുക്കറിയുന്നത് തന്നെയാണ് കോട്ടൻ്റെ കോമൺ യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അബ്സോർബൻ കോട്ടൻ്റെ യൂസുകൾ നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ ഫിൽറ്ററിംഗ് മീഡിയം ആൻഡ് യൂസ്ഡ് ഇൻ സർജിക്കൽ ഡ്രസ്സിങ്സ്. ദെൻ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അബ്സോർബൻ കോട്ടൺ അബ്സോർബ്സ് ബ്ലഡ്, pus, mucus and prevents the infection in wounds. So that's all. Thank you.